ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഐക്യം യൂണിറ്റ് സമാരാധ്യനായ സെക്രട്ടറി ശ്രീ സെൻസാർ, ശാഖായോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ആശംസകളെല്ലാവർക്കും നേരുകയാണ്. നമ്മുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ദിനമായിട്ടാണ് ഈ ഒരു ദിവസത്തെ നാം കാണേണ്ടത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചൈതന്യവത്തായ പഞ്ചലോഹ വിഗ്രഹം അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ഗുരുമന്ദിരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഗുരുവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും ഗുരുവിൻ്റെ മഹത്തായ ധർമ്മത്തെക്കുറിച്ചും മഹനീയമായ ദർശനത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമം കൂടി നടത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ പരമഗുരുവാണ്, പരമദൈവവും ആണ്. മഹാകവി കുമാരനാശാൻ്റെ ജന്മദിനമായിരുന്നു ഏപ്രിൽ 12 ആശാൻ്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് ആശാൻ്റെ കൃതികളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥനയായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഗുരുസ്തവം എന്ന കൃതി മഹാകവി കുമാരനാശാനാൽ രചിക്കപ്പെട്ട കൃതിയാണ്. അപ്പോൾ ആ കൃതിയിൽ തന്നെ ആശാൻ പറയുന്നു, ഗുരുസ്വരൂപത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമഹസൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. അന്വേഷിക്കുന്നവർക്ക് പൂർണ്ണമായും ബോധ്യം വരും ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്. ഗുരു പരമദൈവമാണ്. ഗുരുസ്വരൂപത്തെ ഏറ്റവും നന്നായി അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ള, ഗുരുവിൻ്റെ സന്തത സഹചാരിയായി ദീർഘകാലം വർത്തിച്ചിട്ടുള്ള ആളാണ് കുമാരനാശാൻ എന്നോർക്കണം. ഇപ്പോൾ ഗുരുവിനെ ഏറ്റവും അടുത്തറിയാൻ കഴിഞ്ഞ ആശാനെ സംബന്ധിച്ച് ഗുരു പരമ ദൈവമാണ്. അപ്പോൾ അക്കാലം മുതൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്ന കാലം മുതൽ തന്നെ ഇപ്രകാരം ഗുരുവിനെ പരമദൈവമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. കുമാരനാശാൻ രചിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ ലഘുവായിട്ടുള്ള ഒരു ജീവചരിത്രമുണ്ട്. ആ ജീവചരിത്രത്തിലും കുമാരനാശാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ചെല്ലുന്നിടത്തൊക്കെ തന്നെ ഭക്തജനങ്ങൾ ഈശ്വരനെ കണക്ക് ഗുരുവിനെ ആരാധിച്ചിരുന്നു എന്നും അവരവരുടെ സങ്കടങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുക്കൽ ചെന്ന് പറയുകയും ഗുരുദേവൻ അതിനൊക്കെ പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്.
അപ്പോൾ ഗുരു സ്വരൂപമാകട്ടെ നമുക്കറിയാം. ഗുരു ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ലോകത്തേക്ക് കടന്നു വരികയും പിന്നീട് ഇവിടെ നിന്ന് തിരിച്ചു പോകുകയും ചെയ്തതല്ല ഗുരു സ്വരൂപം. ഗുരു ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല എന്നർത്ഥം. അത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനിയും ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, രോഗം, ദാരിദ്ര്യം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. അപ്പോൾ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ ഗുരുദേവൻ്റെ തന്നെ വചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. ഗുരു അറിവാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. അറിവായി നിൽക്കുന്ന ഗുരു സ്വരൂപത്തിനാകട്ടെ ജനനമോ മരണമോ രോഗമോ ദാരിദ്ര്യമോ ഒന്നും ഇല്ല എന്നർത്ഥം. അപ്പോൾ ഗുരു ഒരിക്കലും നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഗുരു നമ്മോടൊപ്പം തന്നെയുണ്ട്. ഗുരുദേവന് ഗുരുവിൻ്റെ ഒരു ചിത്രം വെച്ചോ ഗുരുവിൻ്റെ വിഗ്രഹം വെച്ചോ ശ്രീനാരായണ ഗുരുദേവനെ പ്രാർത്ഥിച്ചാൽ, അവിടെ 2 പൂക്കൾ സമർപ്പിച്ച് ശ്രീനാരായണ ഗുരുദേവനോട് പ്രാർത്ഥന നടത്തിയാൽ തീർച്ചയായും ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടുകൊള്ളും. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ ഫലങ്ങൾ ഉളവാകുകയും ചെയ്യും. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ മറ്റൊരാൾക്ക് ദ്രോഹം വരുത്തുന്നതിന് ഉള്ള പ്രാർത്ഥനയാകരുത്. പരന് പരം പരിതാപമേകിടുന്നോർ എരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് കൂടി ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ നമ്മുടെ സുഖത്തിന് വേണ്ടി തന്നെ ആയിക്കൊള്ളട്ടെ, അതിൽ യാതൊരു ദോഷവുമില്ല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ, അങ്ങനെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്.